എന്തു പറ്റി? ഇന്ന് നീ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ. അല്ല, ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിന്നിട്ട് എങ്ങോട്ട് പോവാനാ പരിപാടി? ആവെന്ന് പറഞ്ഞേ. ഞാൻ നിനക്ക് വേണ്ടി ഇത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഇവിടെ. ജുംലി, എനിക്ക് നന്നായി ദാഹിക്കുന്നുണ്ട്. നീ പോയി വെള്ളം എടുത്തിട്ട് വന്നേ. അല്ല, ഇന്ന് നിന്റെ പ്ലാൻ എന്താന്ന് പറ. ഇപ്പൊ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ പോലും നന്നായിട്ട് പ്ലാൻ ചെയ്യണ്ടേ? നിന്നെ പോലത്തെ ഭാര്യമാരുണ്ടെങ്കിലേ പ്ലാൻ എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. പറഞ്ഞേ. ശരി, നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ആ കാര്യം പറഞ്ഞുതരാട്ടോ. അറിയാലോ, എനിക്കത് അറിയാലോ. നിനക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ വേണ്ടി വരുമല്ലോ. പറയ്. ജനു, ജനു, ജനു. എന്താ? അത് എനിക്ക് ഒരു നായ്ക്കുട്ടിയെ വളർത്തണം. സോ എനിക്കൊരു പട്ടിക്കുട്ടി മേടിച്ചു തരൂ. പിന്നൊരു കാര്യം അറിയാമോ, അതിനു വേണ്ടിട്ട് ഞാനൊരു പേരും കണ്ടുവച്ചിട്ടുണ്ട്. ടോമി. ഇല്ല. എന്തു പറ്റി? അല്ല, ഞാനെന്താ പറഞ്ഞെന്ന് വെച്ചാ, എനിക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് ഇവിടെ ആരും ഉണ്ടാവാൻ പാടില്ല. കോമ്പറ്റീറ്റർ എന്ന് വെച്ചാ? അത് എന്താന്ന് വെച്ചാ ബേബി, ഈ നായ വളർത്തുന്ന കാര്യം അത്ര ശരിയല്ലെന്നേ. നോക്കി, അത് വീട് മുഴുവൻ വൃത്തികേടാക്കില്ലേ. നീ ദിവസം മുഴുവൻ ജോലി ചെയ്ത് നല്ല ടയേർഡാവില്ലേ. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എൻ്റെ ബേബി ഒരുപാട് ജോലി എടുത്ത് ടയേർഡാവുന്നത്. അതുകൊണ്ട് നായ വളർത്തുന്ന കാര്യം വിട്ടേക്ക്. ഇല്ല, ഞാൻ എല്ലാ ജോലി നോക്കിക്കോളാം. എനിക്കൊരു പട്ടിക്കുട്ടി മേടിച്ചു തരണം. നിനക്കെന്ത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് വേറൊന്നും അറിയണ്ട. എനിക്കൊരു പട്ടിക്കുട്ടി വേണം. എനിക്ക് എന്നെ മേടിച്ചു തന്നേ പറ്റൂ. ഓ, പട്ടി പട്ടി പട്ടി. ബേബി, എന്റെ ഉള്ളിലൊരു പട്ടി ഉണ്ടെന്നേ. എന്താ? കണ്ടോ? ഭൗ 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 ഭൗ. നോക്കിയേ, എന്റെ മുടിയടക്കം ഈ ഫോറിൻ പട്ടിക്കുട്ടിയെ പോലെ ഇല്ലേ? നോക്കിയേ. പിന്നെ എന്റെ കണ്ണ്. പിന്നെ ഞാൻ വളരെ നന്ദിയുള്ള ആളല്ലേ. പിന്നെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുല്ലേ. അതുകൊണ്ട് ഒരു പട്ടി വീട്ടിലുള്ള സമയത്ത് ഇനിയൊരു പട്ടിയെ വാങ്ങേണ്ട കാര്യമുണ്ടോ ബേബി? കരയാതെ കരയാതെ. അല്ല ശോഭിയോ, വാ. പിന്നെ ചേച്ചി, ധ്യാന അവന്റെ പേര് ഇപ്പോഴാ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നേ. നായി. എടാ നാണം കെട്ടവനെ, നിനക്കൊരു മര്യാദയില്ലേ? മറ്റൊരാളുടെ വീട്ടില് ബെല്ലടിക്കാതെയാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. ചേച്ചി, ബാല്യകാല സുഹൃത്തിന്റെ വീട്ടിലോട്ട് വരാൻ നമ്മൾ എന്തിനാ അനുവാദം ചോദിക്കുന്നല്ലേ ചേച്ചി? ഞാൻ ചേച്ചിയോട് ഒരു കാര്യം പറയട്ടെ. ഈ കാണുന്ന നായി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു നായയും വാങ്ങിത്തരില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. ഇതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. കഥയോ? എടാ ഇവിടെ നോക്കു ജോബി, നീ എന്റെ പഴയ ഫ്രണ്ട് അല്ലേ? ചെറിയ വയസ്സിലുള്ള ഫ്രണ്ട്. അതെ അതെ അതെ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ. അതുകൊണ്ട് നീ ഒന്നും പറയാൻ പാടില്ല. ഞാൻ നിന്റെ ബാല്യകാല സുഹൃത്തൊക്കെ തന്നെയാ. പക്ഷെ പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിരിക്കും. വേണ്ട. എന്ത് വേണ്ടെന്ന്? അപ്പൊ ചേച്ചി, കഥ കുറച്ച് പഴയതാ. കോളേജിൽ പഠിക്കുന്ന കാലത്ത്. എവിടെ നോക്കു ജോബി, നീ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫാനി കെട്ടി തൂങ്ങി ചത്തുകളയും. ശരി, ചത്തേക്ക്. കയറ് സ്റ്റോർ റൂമിലുണ്ട്. ഞാൻ ചാവുന്നില്ലടാ, പക്ഷെ ഞാൻ നിന്നെ കൊല്ലുടാ. നിങ്ങൾ നാടകം നിർത്ത്. ഒന്ന് മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ശോഭി ആ കഥ പറഞ്ഞു തീർക്കുന്നത് വരെ. നിങ്ങൾ പറയൂ ശോഭി. ചേച്ചി, നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? ശരി. ചേച്ചി, ഞങ്ങൾ കോളേജിൽ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നല്ല ഭംഗിയുള്ള രൂപന്ന് പേരുള്ള ഒരു പെണ്ണിന്റെ കൂടെ ഈ ചേട്ടന് വൺ സൈഡായിട്ട് ഒരു ലവ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഈ ചേട്ടൻ രൂപയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് പുതിയ പുതിയ നമ്പറുകളൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നു. എപ്പോഴും അവൾക്ക് വേണ്ടി ഇയാൾ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമായിരുന്നു. പിന്നെ എപ്പോഴും അവൾക്ക് നോട്ട്സൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കും. പിന്നെ എപ്പോഴോ ഇങ്ങനൊരു കാര്യം മനസ്സിലായി. രൂപ ഡെയിലി വൈകുന്നേരം അവളുടെ നായയും കൊണ്ട് വാക്കിങ്ങിന് പോകാറുണ്ടെന്ന്. പിന്നെന്താ, ഈ ചേട്ടൻ എന്നെയും കൂട്ടി പിന്നെ അങ്ങോട്ടായി പോക്ക്. ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ ഈ ചേട്ടൻ രൂപയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെച്ച് പിടിച്ചു. അപ്പൊ അവളുടെ നായ കുരയ്ക്കാനും തുടങ്ങി. പിന്നെ അത് ഇവരെ കടിച്ച് ഒരു വിധമാക്കി. രൂപ, നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? ചുമരി,
നീയാണ് എന്റെ ആദ്യത്തെ അവസാനത്തെ പ്രണയിനിന്നല്ലേ? അപ്പൊ രൂപ ആരാ? പറ ആരാ? പറ. ബേബി, ഞാൻ ഒരു കാര്യം പറയാം. നീയാ എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം. രൂപയില്ലേ, അവള് വെറും ടൈം പാസ് ആയിരുന്നു. എന്താ? അപ്പൊ നിങ്ങൾ പെൺകുട്ടികളെ ടൈം പാസ് ആയിട്ടാണല്ലേ കാണുന്നേ? ആ അല്ല, അങ്ങനല്ല. അത് ഇരിക്ക്, ഇപ്പൊ കാണിച്ചു തരാം നിങ്ങളെ ഞാൻ. നിങ്ങളെ അങ്ങനെ കൊടുക്കേച്ചി, അങ്ങനെ കൊടുക്കേച്ചി. വെരി ഗുഡ്, വെരി ഗുഡ് ചേച്ചി, കൊടുക്കേച്ചി. വെരി ഗുഡ്, അങ്ങനെ തന്നെ, വെരി ഗുഡ്. നിങ്ങൾ എന്നെ പറ്റിച്ചു. ചേച്ചി മുടി 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 പിടി. ചേച്ചി നായി വരുമല്ലേ? ഇനി നായയുടെ ആവശ്യം എന്തിനാ? ഇദ്ദേഹം തന്നെയാ നായ. കൊടുക്ക് കൊടുക്ക്, നന്നായിട്ട്. ചേച്ചി വെരി ഗുഡ്. വേണോ പേരിക്ക? പേരിക്ക് വേണോ? നല്ല മധുരമുള്ള പേരിക്ക. പേരിക്ക വാങ്ങിക്കോ, പേരിക്ക. പേരിക്ക വേണോ? പേരിക്ക, നല്ല മധുരമുള്ള പേരിക്ക. ഇങ്ങോട്ട് വാ മോളെ. ദാ വരുന്നു. പേരിക്കയ്ക്ക് എത്രയാ മോളെ? 2 100 രൂപ. മധുരമുള്ള പേരിക്ക ആയിരിക്കും ഇത്. മധുരമുള്ള പേരിക്ക അമ്മച്ചി, നിങ്ങൾ കഴിച്ചു നോക്കിക്കോ. ഇന്ന് ആന്റി ദാ കഴിച്ചു നോക്ക്. നല്ല വലുതുമാണ്, മധുരം കണ്ടിട്ട് നല്ലതല്ലല്ലോ മോളെ. വേറെ ഏതെങ്കിലും ദാ. ദാ ഇനി 100 രൂപ തന്നേക്ക്. 100 രൂപയോ? അതെ ചേച്ചി, 2 പേരിക്കയ്ക്ക് 100 രൂപ. നല്ല മധുരമുള്ളതാ. 10 രൂപ മതിയോ മോളെ? അത് പോരെ മോളെ, അതിനുള്ളതൊക്കെ ആന്റി. ഇത് നല്ല മധുരമുള്ള പേരയ്ക്ക. ഇത് എവിടെ എങ്ങും ആന്റിക്ക് കിട്ടില്ല. എനിക്ക് വേണ്ട മോളെ ഇത്ര രൂപയ്ക്ക്. എനിക്ക് ഈ പേരയ്ക്ക വേണ്ട. ദാ നിന്റെ പേരയ്ക്ക. 10 രൂപയ്ക്കാണെങ്കിൽ ഞാൻ മേടിച്ചോളാം. 10 രൂപയ്ക്ക് തരാൻ പറ്റില്ല ആന്റി. നല്ല മധുരമുള്ള പേരയ്ക്ക. മധുരമുള്ള പേരയ്ക്ക ആയതുകൊണ്ടല്ലേ മോളെ 10 രൂപയ്ക്ക് തരാൻ പറഞ്ഞേ. അത് തരാൻ പറ്റില്ല ആന്റി. എന്നാ വേഗം പോയിക്കോ. പേരയ്ക്ക വാങ്ങിക്കോ, പേരയ്ക്ക. നല്ല മധുരമുള്ള പേരയ്ക്ക. പേരയ്ക്ക വാങ്ങിക്കോ, പേരയ്ക്ക. നല്ല മധുരമുള്ള പേരയ്ക്ക. പേരയ്ക്ക വാങ്ങിക്കോ, പേരയ്ക്ക. പേരയ്ക്ക വേണോ ചേട്ടാ? അയ്യോ വേണ്ട. പേരയ്ക്ക വാങ്ങിക്കോ, പേരയ്ക്ക. പച്ചമാങ്ങ പച്ചമാങ്ങ, നാട്ടുമാവിലെ മാങ്ങ. ആഹാ, മീട്ടിയുടെ പേരയ്ക്ക. എന്തൊക്കെയുണ്ട് മീട്ടി? ആ, ഈ പേരയ്ക്കൊക്കെ എന്താ വില? 100 രൂപയ്ക്ക് കിട്ടും അപ്പൂപ്പ. അപ്പൂപ്പന്ന് വിളിക്കാതെ, എനിക്കധികം പ്രായമായിട്ടില്ല. ശരി അപ്പൂപ്പ. പിന്നെ അപ്പൂപ്പൻ. എനിക്ക് പേരയ്ക്ക ശരി വേണ്ടതില്ല. ശരി ശരി, എന്നോട് ക്ഷമിക്കണേ. എത്ര വേണം? കുറച്ചെടുക്ക്. 100 രൂപയ്ക്ക്. 100 രൂപയോ? 2 പേരയ്ക്കോ? ഈ കൊട്ടയ്ക്കകത്തുള്ള പേരയ്ക്കയുടെ വില അല്ല ഞാൻ ചോദിച്ചു, 2 എണ്ണത്തിന്റെ കാര്യ. അത് തന്നെ ഞാനും പറഞ്ഞ്. 2 പേരയ്ക്ക് 100 രൂപ. ഓ, എന്ത് വിലയത്? അപ്പുറത്ത് 20 രൂപയേ ഉള്ളൂ. ഇത് നല്ല മധുരമുള്ള പേരയ്ക്കയാ. മധുരമുള്ളത് ഇവിടെ എങ്ങും ഇത് കിട്ടില്ല. വേണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിക്കോ. സത്യമായിട്ടും? അതെ. ആ ശരി, ആ, 2-3 എടുക്ക്. ആ. നല്ല മധുരമായിരിക്കല്ലോ അല്ലേ? ഉം. ഇപ്പൊ ശരിക്കും മധുരം ഉണ്ടാവും. ഇനിയിപ്പൊ എന്തായാലും മധുരം തന്നെ ആയിരിക്കും. ഓക്കെ, കാണാം. അല്ല അപ്പൂപ്പ, കാശ് തന്നിട്ട് പോയാട്ടെ. അയ്യോ കുട്ടി, ഒരു കാര്യം ചെയ്യ്. ഉം. ആ ബുക്കിനകത്തുനിന്ന് എഴുതി വെച്ചേക്ക് എത്ര രൂപ ഞാൻ തരാനുണ്ടെന്ന്. ഇങ്ങ് വന്നാട്ടെ. ഇങ്ങ് വന്നേ. ഞാൻ ഓസിന് തരൂന്നാണ് നിങ്ങൾ വിചാരിച്ചേക്കുന്നത്? ഇതേ നല്ല മധുരമുള്ളതാണേ. വേണമെങ്കിൽ പോയി കാശ് എടുത്തു വന്നിട്ട് മേടിച്ചോ. നീ തന്നെ അങ്ങ് തിന്നാ മതി. എനിക്കെങ്ങും വേണ്ട നിന്റെ പേരയ്ക്ക. ആ, എങ്കി മേടിക്കണ്ട. പേരിക്ക വാങ്ങിക്കോ, പേരിക്ക. നല്ല മധുരമുള്ള പേരിക്ക. പേരിക്ക വേണോ? പേരിക്ക. നല്ല മധുരമുള്ള പേരിക്ക. നല്ല മധുരമുള്ള പഴുത്ത പേരിക്ക. വലിയ വലിയ പേരിക്ക. ഈ കുടിയൻ എന്തിനാണോ ഇങ്ങോട്ടേക്ക് വരുന്നത്? എന്റെ ദൈവമേ, പേരക്കയോ? അതെ, ഈ മൊത്തം പേരക്കയും എനിക്ക് തന്നേക്ക്. ഇത് വാങ്ങാനുള്ള കാശുണ്ടോ നിങ്ങളുടെ അടുത്ത്? കാശോ? ഞാനൊരു രാജാവാണ്. ഞാൻ കാശ് തന്നെ ഭക്ഷിക്കും. കാശിന്റെ മേൽ കിടന്നുറങ്ങും. എന്നെ ഒന്ന് കുലുക്കി വിട്ടാ വെള്ളിക്കാശ് പുറത്തോട്ട് വീഴും. അതറിയോ നിനക്ക്? അങ്ങനെയാണല്ലേ? ആ, എന്നാൽ ആദ്യം കാശ് താ, എന്നിട്ട് പേരക്ക മേടിച്ചിട്ട് പോ. ഒരു നിമിഷം നിക്ക്. ഒരു ഇപ്പൊ തരാം. ഞാൻ പേരക്ക മൊത്തം വാങ്ങിയിട്ട് നിനക്ക് കാശ് തരുന്നു. നോക്കോ.
ഇപ്പൊ തന്നെ കേട്ടോ. ഉം. അയ്യോ, എന്തു പറ്റി? കാശില്ലല്ലേ? കാശില്ലല്ലോ. ഇതെടുത്തേ. എടുക്കാൻ വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. പോയി കാശ് എടുത്തിട്ട് വാ. എന്നാലേ ഈ മധുരമുള്ള പേരയ്ക്ക് കിട്ടുള്ളൂ. ഒരു രാജാവിനെ തന്നെ നീ ചാലഞ്ച് ചെയ്യുന്നോടി. ഞാൻ നോക്കിക്കോ, നിന്റെ പേരൊക്കെ മൊത്തം വാങ്ങിയില്ലെങ്കി ഞാൻ കള്ളു കുടിക്കുന്ന നിർത്തോടി. ആദ്യം പോയി കാശ് എടുത്തിട്ട് വാ. ഇതേ നല്ല മധുരമുള്ള പേരയ്ക്കാണേ. ഇവിടെ എങ്ങും തേടിയ പോലും നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോണില്ല. ശരി, നീ ഇവിടെ തന്നെ നിക്ക്, അനങ്ങി പോരുത്. ഞാൻ ദേ ഇപ്പൊ തന്നെ പോയിട്ട് കാശ് എടുത്തു വന്നിട്ട് മുഖത്തെറിയോടി. പോവാൻ നോക്കടാ കുടിയ. പേരയ്ക്ക് വേണോ? പേരയ്ക്ക. നല്ല മധുരമുള്ള പേരയ്ക്ക് മേടിച്ചാട്ടെ. നിങ്ങൾ പിന്നെ തിരിച്ചു വന്നോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ മൊത്തം വാങ്ങിയിട്ടേ പോകുന്നു. കാശ് എടുത്തിട്ട് വന്നോ? ആ, എന്നാ എടുക്ക്. കൈ നീട്ടി വാങ്ങിക്ക്. എന്താ? ആദ്യം നീ കൈയൊന്ന് നീട്ട്. നെക്ലസോ? ആ, അപ്പൊ ഈ കുടിയൻ ശരിക്കും നല്ല പണക്കാരനാണല്ലേ? ശരിക്കും രാജാവായിരിക്കും. എനിക്ക് ലോട്ടറി അടിച്ചല്ലോ ഈശ്വരാ. ദാ എടുത്തോളൂ എടുത്തോളൂ. മുഴുവൻ പേരയ്ക്ക് നിങ്ങൾ എടുത്തു. തന്നേക്ക്. സൂക്ഷിച്ചു കൊണ്ടോണേ. താഴെ വീഴുന്ന കാണുന്നില്ലേ നിങ്ങള്? ഇതൊക്കെ എടുത്തിട്ട് നീ പോയിക്കോളൂ. എടുത്തോ കേട്ടോ, എന്റെ വകയായിട്ട് കൂട്ടിക്കോ. എന്നാ ശരി. എന്തൊരു ഭംഗിയുള്ള നെക്ലസാ. എന്റെ നെക്ലസ് എന്തിനാ നിങ്ങൾ എടുത്തേ? നിന്റെ നെക്ലസോ? ഇതേ എന്റേതാ. നിങ്ങളുടേതോ? എനിക്കിതേ ആ കുടിയൻ തന്നതാ. ആ കുടിയനെ എന്റെ ഭർത്താവാടി. ഭർത്താവോ? അതെ. വിറ്റ് വിറ്റ് ആകെ ഈ ഒരു നെക്ലസേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതാ ആ മനുഷ്യൻ പേരയ്ക്ക് മേടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൊണ്ട് തന്നേ. എന്താ? അപ്പൊ എന്റെ പേരയ്ക്കും പോയി, പിന്നെ എന്റെ നെക്ലസും പോയി. അയാൾ എങ്ങോട്ടേക്കാ പോയേ? വാ, നമുക്ക് അവനെ പിടിക്കാം. വാ. പേരക്ക വേണോ? പേരക്ക, ഗുല്ലുവിന്റെ പേരക്ക. നിങ്ങൾ എന്തോ നടവിക്കുന്നേ? ചേച്ചി, പേരക്ക എടുക്കട്ടെ. ചേച്ചിയോ? അതെ, പേരയ്ക്ക് എനിക്കും വേണം. നല്ല കാശാവും. 10 രൂപയ്ക്ക് 2 കിട്ടത്തുള്ളൂ. അതിലാതായിട്ടൊന്നും കിട്ടത്തില്ല. എടാ ദുഷ്ട, എന്റെ പേരയ്ക്ക് നീ എനിക്ക് എന്നെ വിൽക്കുന്നോടാ. പറയുന്ന കേട്ടില്ലേ? നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കാടാ. കൊണ്ടുപോയി കളഞ്ഞു. നിക്കടാ, 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 അടിക്ക്.